യൂറോപ്പിലെ ആദ്യ മലയാള ചലച്ചിത്ര അവാർഡ് നിശയ്ക്കായുള്ള ഒരുക്കത്തിലാണ് ആനന്ദ് ടി വി. മെയ് 28-ന് മാഞ്ചസ്റ്ററിലെ O2 അപ്പോളോയിലാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന അവാർഡ് നിശ. യൂറോപ്പിൽ ഇതാദ്യമായാണ് ഒരു മലയാളം ചാനൽ ഇത്ര വിപുലമായ രീതിയിൽ താരോത്സവം സംഘടിപ്പിക്കുന്നത്. വർണ്ണാഭമായ കാഴ്ചകളും ഒപ്പം അംഗീകാരങ്ങളും കണ്ണിറിയെ കാണാനും ശ്രവിക്കാനുമുള്ള അസുലഭ നിമിഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. യൂറോപ്യൻ മലയാളികളുടെ ആദ്യ മലയാളം ചാനൽ വരുന്ന മെയ് 28-ന് സംഘടിപ്പിക്കുന്ന അവാർഡ് നിശ വേറിട്ട കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാകും. താരനിശകളുടെ ചരിത്രത്തിലെ തന്നെ വേറിട്ട അവാർഡ് നിർണയമാണ് ആനന്ദ് ടി വി ഒരുക്കുന്നത്. ജൂറിയുടെ മതിൽക്കെട്ടുകളില്ലാതെ പൂർണ്ണമായും പ്രേക്ഷകർ നേരിട്ട് ജേതാക്കളെ നിർണയിക്കുന്നു. ഗാലപ്പോളിലൂടെ പ്രേക്ഷകർ തങ്ങളുടെ ഇഷ്ടതാരങ്ങളെ തെരഞ്ഞെടുക്കുന്ന ആഘോഷരാവായിരിക്കും O2 അപ്പോളോയിൽ അരങ്ങേറുക. അഞ്ജലി കോർഫുഖാനിൽ വന്നിറങ്ങി. അവിടുന്ന് ഒരു അറബിയുടെ സഹായത്തിൽ ഷാർജയിലെത്തി. ആരായിരിക്കും ഈ മണ്ണിൽ കാലുകുത്തിയ ആദ്യത്തെ മലയാളി? ആരായിരുന്നാലും നാട് കാണാൻ വന്നവരായിരിക്കില്ല. മികച്ച നടൻ, നടി, ചലച്ചിത്രം, സംവിധായകൻ തുടങ്ങി ചലച്ചിത്ര മേഖലയിലെ എല്ലാ തലങ്ങളിലുമുള്ള പ്രതിഭകളെ തെരഞ്ഞെടുക്കാനുള്ള സുവർണാവസരം പ്രേക്ഷകരുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ അവാർഡ് നിർണയത്തിന്റെ ജനകീയ മുഖത്തിനാണ് ആനന്ദ് ടി വി വേദിയൊരുക്കുന്നത്. താരനിശ എന്നതിലപ്പുറം ലോകത്തിന്റെ വിവിധ കോണുകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച MA യൂസഫലി അടക്കമുള്ള പ്രമുഖരെ ആദരിക്കുന്ന വേദി കൂടിയാകും ഈ ആഘോഷരാവ്. കേരളത്തിൽ മാത്രമല്ല, യൂറോപ്പിൽ പോലും ഒരു ചാനലും ഇതുവരെ സംഘടിപ്പിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള താരോത്സവത്തിനാണ് ആനന്ദ് ടി വി ഒരുങ്ങുന്നത്. 3000-ഓളം പേർക്ക് കാണികളാകാൻ കഴിയുന്ന മാഞ്ചസ്റ്ററിലെ O2 അപ്പോളോയിൽ താരോത്സവത്തിന് മെഴി തുറക്കും. പിന്നാലെ ചാനൽ വഴികളിൽ ഇന്നേവരെ കാണാനാകാത്ത പരിപാടികൾക്ക് അരങ്ങുണരും. എന്റർടൈൻമെന്റ് ഡെസ്ക് ANN.